പിറവിയെടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ മണ്ണിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അയക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാകുന്ന ഈ പ്രകാശം നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് എത്തുകയുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം നമുക്കറിയാം. ഈ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പണ്ടുകാലം മുതൽക്കേ ആളുകളെ ദഅവത്തിലേക്ക് ക്ഷണിച്ച് എത്രയോ കാലം നടന്നിട്ടുണ്ട്. എന്നിട്ട് പോലും അല്പം ചില ആളുകൾ മാത്രമാണ് തൗഹീദിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാകുന്ന ഈ പ്രകാശം എത്തിച്ചേരുന്നത്. ലോകത്തെ അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിൽ നിന്ന് ചരിത്രം നാം കേട്ടറിഞ്ഞിട്ടുണ്ട്. എന്താണ് സംഭവം? എത്രയോ ആളുകളെ ഹിദായത്തിലേക്ക് ക്ഷണിച്ചു. എന്നിട്ടും അവർ താകുന്നില്ല. എന്നിട്ട് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ബിംബങ്ങളെ തച്ചുടക്കുകയാണ് ചെയ്യുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. എന്നിട്ടതാ അവർക്ക് മറുപടി ആയിക്കൊണ്ട് അവർക്ക് മറുപടി പറയാൻ കഴിയാത്ത രൂപത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ സന്ദർഭം മാറ്റുന്ന ഒരു അവസ്ഥ നാം പഠിച്ചവരാണ്. അങ്ങനെ ഈ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നമ്രൂദിന്റെ തീകുണ്ടാരത്തിലിടുന്ന ഒരു സംഭവമുണ്ട്. അങ്ങനെ നമ്രൂദിന്റെ തീകുണ്ടാരത്തിലിടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തീയോട് പറയുന്നുണ്ട്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു ഈ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആ ചൂട് തണുപ്പാവാൻ വേണ്ടിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. ഇതിനൊരു കാരണമായി നമുക്ക് ഈ നൂറാകുന്ന പ്രകാശം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനുള്ളത് നമുക്ക് എണ്ണാവുന്നതാണ്. ഈ ലോകത്തിന്റെ നായകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ നൂറാകുന്ന പ്രകാശം നന്മയിൽ നിന്ന് നന്മയിലേക്കാണ് പോകുന്നത് നാം പറഞ്ഞല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവും മാതാവും അത്രത്തോളം പരിശുദ്ധിയുള്ളവരായിരുന്നു. എന്നിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചെറുപ്പം മുതലേ തന്റെ മാതാവിനെയും പിതാവിനെയും വിട്ടുപിരിയേണ്ട അവസ്ഥയുണ്ടായി. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, അത്രയും പിതാവും മാതാവും ചെറുപ്പം മുതലേക്കേ നഷ്ടപ്പെട്ടിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോറ്റി വളർത്തി. അപ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം, മനുഷ്യരാരെ നമ്മെ കൈവിട്ടാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കൈവിടില്ല എന്നുള്ളത്. അതുപോലെ നാം എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ദുആ ചെയ്തുകൊണ്ടും എല്ലാം നാം നടക്കണം. എന്നിട്ട് നാം ഇവിടെ നിന്ന് ഒരു ഹദീസ് കേൾക്കുകയും അതിൽ നിന്ന് നാം മനഃപ്പാഠം മനസ്സിലാക്കുകയും ചെയ്താൽ നാം പിന്നീട് എപ്പോഴും ഹദീസുകൾ നേടണം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്തുകളും അധികരിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല